Hello my dear students, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് CA ഫൗണ്ടേഷൻ മെയ് 2025 ആദ്യമായിട്ടാണെങ്കിലും നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഒരുപാടായിട്ട് എക്സാമിനേഷൻ എഴുതാവുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും RTP നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒരുപാട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് എന്താണ് നോക്കിയെങ്കിലും പോവുക. അതായത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ ഇങ്ങനെ സംഭവം അത്രയെങ്കിലും ഞാൻ കുറേ വീഡിയോസ് മുമ്പേ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് കാണുക. ഐ എം നോട്ട് സേയിങ് യു ടു എന്താ പറയുക, അത് എഴുതി പഠിക്കുന്ന ആ സെക്കൻഡ് സ്റ്റെപ്പിനേക്കാൾ മുമ്പ് ആദ്യമായിട്ട് ആ ക്വസ്റ്റ്യനോ ആൻസർ ഒന്ന് നോക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം ഏത് പ്രൊഫഷനിലേക്ക് ഞാൻ പോകണം, കാരണം ഇവിടെയും 1-2 ക്വസ്റ്റ്യൻസ് എന്താണ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. കൺഫ്യൂസിങ് എന്ന് പറയുമ്പോൾ 1-2 പ്രൊവിഷൻസ് എന്താണ് കൂടുതൽ നമുക്ക് അത് അപ്ലൈ ചെയ്താലും ഓക്കെ അല്ലേ സാർ എന്നൊരു ചോദ്യം വരുന്നൊരു സംഭവം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വായിച്ച് കഴിയുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എന്നൊരു സംഭവം നമുക്ക് മനസ്സിലാകും. പക്ഷെ അവിടെ എത്തുന്നോടും വരെ എന്താണ് നമ്മളുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാക്സിമം നമുക്ക് 1000 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും, അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ് ആ ഒരു എക്സാം ഹോളിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കേണ്ട സമയം നമുക്ക് വളരെ കുറവാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ പേപ്പർ നമ്പർ 2 ബിസിനസ് ലോസ് കൃത്യമായിട്ട് തന്നെ മെയ് 2025 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ചില ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നമ്മളൊന്ന് വായിച്ചു വിടുക മാത്രമേ, ഒരുപാട് ഇൻഡെപ്ത് പോകുന്നില്ല. ഫസ്റ്റ് വൺ ടൈപ്സ് ഓഫ് ലോ ആണ്. ടൈപ്സ് ഓഫ് ലോസ് ഏതൊക്കെയാണെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പല പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്തൊരു കോൺസെപ്റ്റ് ആണ്. സിവിൽ ലോ, ക്രിമിനൽ ലോ, കോമൺ ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുന്നു ആൻസർ ഏതൊക്കെയാണെന്ന്. യെസ്, ഓക്കെ. ടൈപ്സ് ഓഫ് ലോസ്, ക്രിമിനൽ ലോസ് ഉണ്ട്. ഞാൻ കുറച്ച് സ്പീഡായിരിക്കും പോകുന്നത് കേട്ടോ, കാരണം നമ്മളെല്ലാം പഠിച്ചതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക മാത്രമേ ഉള്ളൂ. നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പോകുന്നത് എന്താണ്, നമുക്ക് ഇനി ഏതൊരു കോൺസെപ്റ്റ് ഇൻഡെപ്ത് ആയിട്ട് പോകണം സാർ, ആ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് സെപ്പറേറ്റ് ഇൻഡെപ്ത് വീഡിയോസ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാനൊരു RTPനെ കുറിച്ചിട്ട് ഐഡിയ ഏതൊക്കെ കൺസെപ്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രിമിനൽ ലോസ് ഉണ്ട്, സിവിൽ ലോ, അതിനുശേഷം കോമൺ ലോസ്, നാച്ചുറൽ ജസ്റ്റിസ് ഉണ്ട്. ആൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. മാർക്ക് എത്ര നൽകിയിട്ടില്ല, 5 to 6 മാർക്സിന് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് വരും. ഓക്കെ, ക്ലിയർ. രണ്ടാമതാണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ, അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഓവർവ്യൂ ഞാൻ പറയാം. അതായത് ലൈൻ ബൈ ലൈൻ ഞാൻ പറയുന്നില്ല. അതായത് എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, അതാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്താണ്, വോയിഡ് ആണ്, നമുക്ക് നല്ലപോലെ അറിയാം, സെക്ഷൻ 25 എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി എന്നാ വലിയ ക്വസ്റ്റ്യൻ അല്ലേ, എന്നാ വലിയ ക്വസ്റ്റ്യൻ സാർ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. നേരെ ഇങ്ങോട്ട് അയ്യോ എൻ്റെ പോലും സാറേ, ലാസ്റ്റ് നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ലാസ്റ്റ് ലൈനിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇപ്പോൾ മെജോറിറ്റി ക്വസ്റ്റ്യൻസിലും ലാസ്റ്റ് ലൈനിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാകുക. അത് തന്നെ ആയിരിക്കും കൺക്ലൂഷൻ ആകുക എന്ന് പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. ഓക്കെ, സെറ്റപ്പ്. ഇനി വായിക്കാം. ഓക്കെ, ഇവിടെ വായിക്കുമ്പോൾ നോർമലി എന്താണ് എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറയുന്നത് വോയിഡ് ആണ്. എന്നാൽ അവിടെ ഒരു എക്സെപ്ഷണൽ കേസസിൽ ചാരിറ്റി എന്നൊരു സംഭവം ഉണ്ട് അല്ലെ. ഈ ചാരിറ്റിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു അമ്പലം പണിയാനോ പള്ളി പണിയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ എന്താണ് ക്ഷേത്രങ്ങൾ പണിയാനോ ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലേ പ്രശ്നമില്ല, കാരണം എന്താണ് എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്, അത് വോയിഡ് ആണ്. എന്നാൽ ചാരിറ്റിയിൽ ലയബിലിറ്റി ഇൻകറി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഞാനൊരു അമ്പലം പൊളിച്ചു പണിയാൻ വേണ്ടി പൈസ കൊടുക്കുന്നു, അമ്പലക്കാരെന്ത് ചെയ്യുന്നു, ആ അമ്പലം പൊളിച്ച് പണിതതിന് ശേഷം ഞാൻ പറയാണ് അയ്യോ അത് എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ അല്ലെ, ഞാൻ തരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് അവരെന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ലയബിലിറ്റി ഇൻകറേജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഗ്രിമെന്റ് ഈവൻ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും ഞാൻ അതിന്റെ പൈസ കൊടുത്തേ പറ്റൂ. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ വായിക്കുക. അപ്പോൾ ഞാൻ RTPയുടെ ഈ ഒരു ലിങ്ക് ഞാനിവിടെ അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിക്കൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് അവസാനം ആകുന്ന ഒരു ഏപ്രിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻസ് എന്താണ് ഒന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിസ് റെപ്രസെൻറ്റേഷനും ഫ്രോഡിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ മിസ് റെപ്രസെൻറ്റേഷനും ഫ്രോഡിനെ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ ഫ്രോഡിൽ എപ്പോഴും ഡാമേജസ് ഉണ്ട്, മിസ് റെപ്രസെൻറ്റേഷനിൽ എന്തുണ്ടാകില്ല, ഡാമേജസ് ഉണ്ടാകില്ല. അതായത് സിമ്പിൾ ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ഒരാൾ മറ്റൊരാൾ കാർ വിറ്റു, അപ്പോൾ ആക്സിഡന്റ് പറ്റിയ കാറായിരുന്നു, അതവൻ പറഞ്ഞില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഷോറൂം ആണെന്ന് വെച്ചു, ഞാൻ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിലേക്ക് ഒരു കാർ വിറ്റു, അത് ആക്സിഡന്റ് ആയതെന്ന് പറഞ്ഞില്ല, അവനത് അറിയത്തുമില്ല. ഓക്കെ, ഈ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിൽ ആൾ എന്ത് ചെയ്തു, അത് വേറൊരാൾക്ക് വിറ്റു. ആ രണ്ടാമത് മേടിച്ച ആദ്യമേ അവർ മേടിച്ച ആ കസ്റ്റമർ എന്ത് തോന്നി, ഇത് ആക്സിഡന്റ് ആയതെന്ന് മനസ്സിലായിട്ട് ഷോറൂമാർക്ക് അഗേൻസ്റ്റ് കേസ് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്നെ ചതിച്ചതാണ്, ഫ്രോഡാണെന്ന്, എനിക്ക് ഡാമേജസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് മിസ്റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം. മിസ്റെപ്രസെൻറ്റേഷനിൽ നമുക്ക് ഡാമേജസ് വരില്ല, വരുന്ന ചില സിനാരിയോസ് ഒക്കെ ഉണ്ട്. അതും ഈ പ്രോസ്പെക്ടസിന്റെ കേസ് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഡാമേജസ് വരിക. അതുകൊണ്ട് ഇവിടെ മാക്സിമം എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ബയ്യറിന് കോൺട്രാക്ട് റിസൈൻഡ് ചെയ്യാം എന്നല്ലാതെ ഒരിക്കലും ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ
മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫ്രോഡ്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചോദിച്ചാൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യും. എന്നാൽ സിമ്പിൾ അല്ലേ സാർ? ഈ ക്വസ്റ്റ്യൻ എക്സാം ബോർഡിൽ കാണുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നു സാർ, ഇപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞു, മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ വലിപ്പം നോക്കി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകില്ല. ഓക്കെ, ഓർത്ത് വെക്കാം. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഒരു ഇത് ഫുള്ള് കോൺട്രാക്റ്റിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക എവിടെയാണ്. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഈ രണ്ട് കോൺസെപ്റ്റും നാലാമത്തെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻസിന്റെ വലിപ്പമൊക്കെ നോക്കി കഴിയുമ്പോൾ എന്താണ്, ഈ വലിപ്പം നോക്കിയിട്ടാണ് നമ്മൾ എന്താണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനെ ജഡ്ജ് ചെയ്യുന്നത്. അതൊന്ന് നിങ്ങളത് മാറ്റി വെച്ചാലേ. നാലാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഈ പെർഫോമൻസ് ചെയ്യുന്ന സമയത്തെ നമുക്ക് ഈ പറഞ്ഞ ഗൂഡ്സ് നമ്മൾ ഏതാണോ സപ്ലൈ ചെയ്തത് അത് എക്സാമിൻ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ആർക്ക് കൊടുക്കണം, നമ്മൾ പ്രോമിസിൽ കൊടുക്കണം. റീസണേബിൾ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും അവസാനത്തെ ലൈനിലേക്ക് വാ. എന്താണ് ഇവിടെ കോൺസെപ്റ്റ്? എന്താണ്? ഹി വാസ് നോട്ട് ഗിവൻ ഓപ്പർച്യൂണിറ്റി ടു എക്സാമിൻ ദ ഗൂഡ്സ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഹൈലൈറ്റഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടുന്നുണ്ട് നമ്മൾ എവിടെ വന്നിട്ടാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടതെന്ന്. ആദ്യമേ കഥ വായിക്കല്ലേ, അവസാനം അപ്പോൾ എന്ത് റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് എല്ലാ ക്വസ്റ്റ്യൻസിലും ഉണ്ടാകാൻ ചിലപ്പോൾ എന്താണ് സാധ്യത വളരെ കുറവായിരിക്കും. പക്ഷേ എവിടെയും നമുക്ക് എന്താണ് ഹൈലൈറ്റഡ് ആയിട്ട് ഒരു സംഭവം. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലായി എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്, അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, രണ്ടാമത്തിൽ. മൂന്നാമത്തിൽ നമുക്ക് എന്താണ് മിസ്റെപ്രസെൻറ്റേഷൻ എന്നൊരു സംഭവത്തിൻ്റെ ഒരു പേരൊന്നും തന്നെ ഇല്ല. ഡാമേജസ് എന്നൊരു സംഭവം ഉണ്ട്. ഓക്കെ, അവോയ്ഡ് ദ കോൺട്രാക്ട്. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ വിട്ടേരെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഗുഡ്സ് എക്സാമിനേഷൻ ചെയ്യാൻ എന്താണ് നമ്മൾ ഈ പറഞ്ഞ ബയ്യറിന് അവസരം കൊടുക്കണം എന്നൊരു സംഭവം ഉണ്ട്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കോൺട്രാക്ട് റിസൈൻഡ് ചെയ്യാൻ പറ്റും. അത് സിമ്പിൾ കോൺസെപ്റ്റ്. റൈറ്റ് ക്ലിയർ ആണോ? യെസ്. ക്വസ്റ്റ്യൻ വായിക്കുക. അതിനുശേഷം പോയിന്റ് നമ്പർ 5 പറയുന്നത് അഡ്വൈസ് ഡാമേജസ് എന്നൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഡാമേജസ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. കാരണം നിങ്ങൾ പലപ്പോഴായിട്ട് വായിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന് സിമിലാരിറ്റി ഉള്ളതാണ്. അതായത് ഓർഡിനറി ഡാമേജസും സ്പെഷ്യൽ ഡാമേജസും. ഈ സ്പെഷ്യൽ ഡാമേജസിന് നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നോക്കി സ്പെഷ്യൽ ഡാമേജസ് നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡാമേജസ് നമുക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. അറിയിച്ചിട്ട്, അതായത് നോട്ടീസ് ഓഫ് സ്പെഷ്യൽ ഡാമേജസ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഈ പറഞ്ഞ മെസ്സേജ് ജനതാ മിഷൻ ടൂൾസിൽ നേരത്തെ അവരെന്താണ് അതായത് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കേസിൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിയിച്ചത് കൊണ്ട് തന്നെ അതായത് നീ ഇന്ന സപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇന്ന സംഭവം നഷ്ടമാകും, അതുകൊണ്ട് നീ കൃത്യസമയം സപ്ലൈ ചെയ്യണം. ഇതേ ഡയലോഗ് പല ക്വസ്റ്റ്യൻസിലും റിപ്പീറ്റ് ആയിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ അതിനെ അറേഞ്ച് ചെയ്യുന്നതിലാണ് നമുക്ക് മാർക്സ് പോകുന്നത്. അതായത് എക്സാക്ട് എന്താണ് പ്രൊവിഷൻസ് എഴുതേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ആൻസേഴ്സിലേക്ക് പോകുന്നില്ല. ആൻസേഴ്സിലേക്ക് നിങ്ങൾ പോവുക, ഡൗട്ടോടെ ചോദിക്കുക. ഓക്കെ, ഞാൻ റിപ്പീറ്റഡ്ലി ഇത് പറയുന്നുണ്ട്. അത് നിങ്ങൾ എന്താണ് നിങ്ങൾ നോക്കണം. ഓക്കെ, നിങ്ങൾ നോക്കണം. അപ്പോൾ ഞാൻ തന്നെ പോയിട്ട് എൻ്റെ കൂടെ പോകുന്നല്ല, നിങ്ങൾ എന്നേക്കാൾ മുമ്പേ പോയി നോക്കിക്കോ. ഓക്കെ, അഞ്ചാമത്തിൽ എന്താണ് ഈ ഒരു കോൺസെപ്റ്റിൽ ഓർഡിനറി ഡാമേജസ് ഉണ്ട്, സ്പെഷ്യൽ ഡാമേജസ് ഉണ്ട്. അപ്പോൾ സ്പെഷ്യൽ ഡാമേജിന്റെ പ്രത്യേകത എന്താണ്? സ്പെഷ്യൽ ഡാമേജസിൽ നേരത്തെ നോട്ടീസ് കൊടുക്കണം. അതായത് സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കണം. അതായത് നോട്ടീസ് എന്ന് പറയുമ്പോൾ ഇൻഫോം ചെയ്യണം. ഓക്കെ, ക്ലിയർ? ഇല്ലെങ്കിൽ കിട്ടുമോ? ഇല്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റൻ എന്ത് വരാം? ഇൻഫോം ചെയ്തില്ലെന്ന് വരാം. ഇവിടെ എന്താ ക്വസ്റ്റനിൽ ഇൻഫോം ചെയ്തു എന്നാണ്. അപ്പോൾ അങ്ങനെ മാറി ക്വസ്റ്റൻസ് വരാം. അത് ഡിഫറൻസ് ആണ്. വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്, മെറ്റീരിയൽ അതേപോലെ അച്ചടിച്ച് നിങ്ങൾ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. 7th വൺ വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, ഗ്യാരണ്ടി. അപ്പോൾ ഏതാണ്? ഗ്യാരണ്ടി ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റെഡ്യൂസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. സിമ്പിൾ കോൺസെപ്റ്റ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഷുവർട്ടിയിലെ കേസസിൽ ഏതെങ്കിലും രീതിയിൽ എന്താണ് പ്രിൻസിപ്പൽ ഡെറ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള എഗ്രിമെന്റ് വെച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ ലോൺ എക്സ്റ്റൻഷൻ കൊടുത്തോ അല്ലെങ്കിൽ റീപേയ്മെന്റ് എക്സ്റ്റൻഷൻ കൊടുത്തോ അല്ലെങ്കിൽ സ്യൂ ചെയ്തില്ല എന്നൊക്കെ ഈ പറഞ്ഞ ഷുവർട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ ചെയ്താൽ എന്ത് സംഭവിക്കുക നമ്മൾ പഠിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓബ്വിയസ്ലി കോൺട്രാക്ട്, ഈ ഷുവർട്ടിയുടെ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. സെയിം അത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണ്? extended the time for the repayment of loan without the consent of surety. എന്ന സിമ്പിൾ കോൺസെപ്റ്റ് അല്ലേ? ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത എക്സാം ക്വസ്റ്റനിൽ എന്ത് വരാം? ഇനി അടുത്ത ഇതിന്റെ എക്സ്റ്റെൻഡഡ് വേർഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ സമയത്ത് ഡിസ്ചാർജ് ചെയ്യില്ല, നമുക്ക് കുറച്ച് എക്സെപ്ഷണൽ കേസസ് നൽകിയിട്ടില്ലേ, ഷുവർട്ടി ഈസ് നോട്ട് ഡിസ്ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതും കൂടെ ഒന്ന് പഠിക്കുക. അപ്പോൾ റിലേറ്റഡ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ഒരു ഹിന്റ് ആണ് നമുക്ക് നൽകുന്നത്. നെക്സ്റ്റ് ഷുവർട്ടിയുടെ റൈറ്റ് ആണ്. ഷുവർട്ടി എഗെയിൻസ്റ്റ് ക്രെഡിറ്റർ, എഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെറ്റർ, എഗെയിൻസ്റ്റ് കോഷൂർ. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിന്റെ ഏതാണ്ടൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഏതെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇതിൻ്റെ അകത്ത് സംഭവം നമ്മൾ വളരെ സിമ്പിൾ ആണ്. ഞാൻ ഒന്നും കൂടെ പറയും, നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എന്താണ് ഡൗട്ട് തോന്നുകയാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ ഒന്ന് നോക്കുക.
ഓക്കെ, ക്ലിയർ? കോൺട്രാക്ട് ആക്ടിൻ്റെ അടുത്ത നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ ആണ്. സിമ്പിൾ വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നാമത്തെ കോൺസെപ്റ്റിൽ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 9 പറയുന്ന സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇവിടെ ഒരു എഗ്രിമെൻറ്റ് ടു സെൽ ആൻഡ് സെയിൽ, രണ്ട് കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് സെയിലിനെ കുറിച്ചും എഗ്രിമെൻറ്റ് ടു സെയിലിനെ കുറിച്ചും. ഡു യു നോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ ഹിയർ ഈ കോൺസെപ്റ്റിൽ സംസാരിക്കുന്നത് റിസ്കിനെ കുറിച്ചാണ്. റിസ്ക് എപ്പോഴാണ് ട്രാൻസ്ഫർ ആകുന്നത്? പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആകുമ്പോൾ അതിൻ്റെ കൂടെയാണ് റിസ്ക് ട്രാൻസ്ഫർ ആകുന്നത്. പക്ഷേ ഇവിടെ ഫ്യൂച്ചർ ഗുഡ് ഈസ് എൻ ഓൾവേസ് എഗ്രിമെൻറ്റ് ടു സെൽ ആണ്. അതായത് ഭാവിയിൽ തരാം. അവിടെ എഗ്രിമെൻറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ റിസ്ക് ആരുടെ കയ്യിലാണ്? റിസ്ക് ഒബ്വിയസ്ലി വിത്ത് സെല്ലറിൻ്റെ കയ്യിൽ തന്നെയാണ്. കാരണം അവിടെ പ്രോപ്പർട്ടി പാസ്സായിട്ടില്ല. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മുടെ ഈ ഫാർമർ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നീ ഇത് സംഭവം മേടിക്കാമെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് നീ അതായത് നീ മേടിക്കാമെന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് ചെയ്തതല്ലേ, അതുകൊണ്ട് നീ എന്ത് സംഭവിച്ചാലും അവിടെ ഫ്ലഡൊക്കെ കയറി അവൻ്റെ ചിപ്സ് ഒക്കെ പോയി. അപ്പോൾ യു ഹാവ് ടു മേക്ക് ദ പേയ്മെൻറ്റ്. അപ്പോൾ അന്ന ചിപ്സ് എന്ത് ചെയ്തിരുന്നു? നേരെ കുറച്ച് അഡ്വാൻസ് കൊടുത്തിരുന്നു. അപ്പോൾ ഈ രാംലാൽ ബിലാസ് പറയാണ്, ഞാൻ തിരിച്ചു തരത്തില്ല. എന്താണ്? നിന്റെ അല്ലേ, നിന്റെ റിസ്ക് ആണ്, ഞാൻ തന്നെ പൈസ തിരിച്ചു തരുന്നേ. സോ ഇവിടെ റിട്ടേൺ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണ്? കാരണം എന്താണ്? ഇറ്റ് ഈസ് എഗ്രിമെൻറ്റ് ടു സെല്ല്, പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആയിട്ടില്ല. ഓക്കെ, ഫ്യൂച്ചർ ഗുഡ്സ്, അങ്ങനെ രണ്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് പ്രൊവിഷൻസ് എഴുതാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫിക്സേഷൻ ഓഫ് പ്രൈസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം ഫിക്സിംഗ് ഓഫ് പ്രൈസ് കോൺട്രാക്റ്റിൽ പറയാം, അല്ലെങ്കിൽ സർക്കംസ്റ്റൻസസ് ഉണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വാല്യുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോൺസെപ്റ്റിൽ തേർഡ് പാർട്ടി വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ആ തേർഡ് പാർട്ടി വാല്യൂ ചെയ്തില്ലെങ്കിൽ എഗ്രിമെൻറ്റ് എന്താണ് വോയിഡ് ആകും. ഇനി ആ വാല്യൂ ചെയ്യാതെ ഇതിലെ ഗൂഡ്സ് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റീസണബിൾ പ്രൈസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ അത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എന്താണ്, ഒരു 1000 liters മസ്റ്റേർഡ് ഓയിൽ എന്താണ് കോൺട്രാക്ട് ചെയ്തു. അതിൻ്റെ അകത്ത് 600 liters എന്താണ് ഡെലിവറി ചെയ്തു, പക്ഷേ 400 liters ഡെലിവറി ചെയ്തിട്ടില്ല. അപ്പോൾ ആ 600 liters എന്താണ് വാല്യൂ ചെയ്യാന്ന് പറഞ്ഞൊരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു, അക്ലിഷ്, അവൻ വാല്യൂ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കോൺട്രാക്ട് വോയിഡ് ആകും. പക്ഷേ ഗുഡ്സ് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ചെയ്തതിൻ്റെ പ്രൈസ് കൊടുക്കണം, റിമൈനിങ് വേണം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ സിമ്പിൾ കോൺസെപ്റ്റ് ആണ് 10 പറയുന്നത്. കുറച്ച് സ്പീഡ് ആകുന്നുണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. കാരണം നമുക്കൊരു ഈസി ആയിട്ടൊന്നും, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഒരു RTP നമ്മൾ അരമണിക്കൂർ കൊണ്ട് വായിച്ച് തീർക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം നമ്പർ ഓഫ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ നോക്കാം സാർ? ക്വസ്റ്റ്യൻ വായിക്കണം, മനസ്സിലായെങ്കിൽ ആൻസർ നോക്കുക, അത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, പിന്നെ അതിലേക്ക് ഇൻഡെപ്ത് ആയിട്ട് പോവുക. നെക്സ്റ്റ് ഇവിടെ സിമ്പിൾ കോൺസെപ്റ്റ് തന്നെയാണ്. ഇത് സെയിൽ ബൈ നോൺ ഓണേഴ്സ് ആണ്. സെയിൽ ബൈ നോൺ ഓണേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു സ്കൂട്ടർ ബൈ ചെയ്തു, എങ്ങനെയാണ്? ഗൺ പോയിന്റിൽ കോയർഷ്യൽ ബൈ ചെയ്തു. അപ്പോൾ വോയിഡബിൾ കോൺട്രാക്ട് ആണ്. ആ വോയിഡബിൾ കോൺട്രാക്ട് നിലനിൽക്കെ ഒരു ജെന്യൂൻ ബയറിന് വിറ്റ് കഴിഞ്ഞാൽ ബയർ വിൽ ബി പ്രൊട്ടക്റ്റഡ്. നമ്മൾ സെയിൽ ബൈ നോൺ ഓണേഴ്സിൽ മർക്കൻടൈൽ, സെയിൽ ബൈ ബയർ ആഫ്റ്റർ ദ പൊസിഷൻ, സെല്ലർ ആഫ്റ്റർ ദ പൊസിഷൻ, നെക്സ്റ്റ് എസ്റ്റോപ്പൽ, പിന്നെ വോയിഡബിൾ കോൺട്രാക്ട്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നില്ല. സെയിം അതേ കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ കോയർഷ്യലിൽ തട്ടിയെടുത്ത ഒരു ഗുഡ്സ് ഒരു തേർഡ് പാർട്ടിക്ക് എന്താണ് വിറ്റു. ആ ബയർ ജെന്യൂൻ ആയിരുന്നു, ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് മേടിച്ചതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഓണർ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ജെന്യൂൻ ബയറിന് അഗേൻസ്റ്റ് കേസ് കൊടുത്തു. അത് നടക്കില്ല. മാക്സിമം തട്ടിയെടുത്ത ആളുടെ കയ്യിൽ നിന്നും ഡാമേജസ് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൾറെഡി നമ്മൾ അവിടെ ഐ തിങ്ക് ദ സെയിം എക്സാമ്പിൾ എന്താണ് നിങ്ങളുടെ മെറ്റീരിയൽ അതേ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു റിലേറ്റഡ് എക്സാമ്പിൾ തന്നെ. ഓക്കെ, ക്ലിയർ? വായിക്കുമ്പോഴേ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി. ഓക്കെ, യെസ്. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷനെ കുറിച്ചാണ്. ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ മാത്രം പറഞ്ഞാൽ മതി. സെല്ലർ വിത്തൗട്ട് നോട്ടിഫിക്കേഷൻ, നേരത്തെ എന്താണ് സെല്ലർ നോട്ടിഫൈ ചെയ്യണം, ഞാനും ബിഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് സെല്ലർ ബിഡ് ചെയ്യുന്ന നേരത്തെ അറിയിക്കണം, ഇല്ലെങ്കിൽ അത് അൺലോഫുൾ ആകും. നെക്സ്റ്റ് റിട്രാക്ട് എന്ന് പറയുമ്പോൾ ഫൈനലായിട്ട് എന്താണ് ആ പറഞ്ഞ കസ്റ്റം എന്ന രീതിയിൽ ഏത് രീതിയിലാണെങ്കിലും ഫൈനലായിട്ട് ബിഡ് ഉറപ്പിക്കുന്നേക്കാൾ മുമ്പ് ഈ പറഞ്ഞ ബിഡറിന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ആ ഒരു ബിഡിൽ നിന്ന് പിന്മാറാം. നെക്സ്റ്റ് പ്രിറ്റൻഡഡ് ബിഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. റോങ് ക്വാണ്ടിറ്റി, മോർ ലെസ് ക്വാളിറ്റി ഡിഫറൻസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ 3-4 കാര്യങ്ങൾ പഠിക്കുന്നില്ല. സെയിം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം മതി, നല്ലൊരു മാർക്ക് നമ്മൾക്ക് കിട്ടും. അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. എഗ്രിമെന്റിൽ ക്വസ്റ്റ്യൻ നമ്പർ 13 പറയുന്നത് എഗ്രിമെന്റിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ലോ ഷെയറിംഗ് റേഷ്യോ. ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ലോ ഷെയറിംഗ് റേഷ്യോനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രോഫിറ്റും ലോസും എങ്ങനെ ഷെയർ ചെയ്യണം? ഈക്വലി ഷെയർ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ 4 ലക്ഷം രൂപ ക്യാപിറ്റല്, ഒരാൾ 1 ലക്ഷം രൂപ കൊടുത്തു, മറ്റൊരാൾ 3 ലക്ഷം രൂപ കൊടുത്തു. അപ്പോൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് എത്ര പെർസെൻറ്റേജ് ആണ്? 75%ഉം 25%ഉം ആണ്. പക്ഷെ ലോസ് ഷെയറിംഗ് റേഷ്യോനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്? ഈക്വലി ഷെയർ ചെയ്യണം. അപ്പോൾ ഈ 1 ലക്ഷം കൊടുത്ത പാർട്ണർ പറഞ്ഞു ഞാൻ ഷെയർ ചെയ്യില്ല, വേണമെങ്കിൽ എൻ്റെ 25% തരാമെന്ന് പറഞ്ഞു. അതായത് 60,000 ആണ് ലോസ് ആയത്, 60,000 25,000 തരാം, 25% തരാം, അല്ലാതെ ഞാൻ ഈക്വലി തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്താണ് സ്യൂ ചെയ്തു. അവസാനം കോടതിയിൽ പറഞ്ഞത് ഇഫ് നത്തിങ് ഹാസ് ബീൻ സ്പെസിഫൈഡ്
ഓബിയസ്ലി എന്താണ് ഈക്വൽ നിങ്ങൾ ഷെയർ ചെയ്തേ പറ്റൂ. 1 ലക്ഷം തന്നവനും 30,000 കൊടുക്കണം, 3 lakh തന്നവനും 30,000 കൊടുക്കണം. ഓക്കെ, സിമ്പിൾ ആണ്. ഇഫ് നത്തിങ് ഹാസ് ബീൻ സ്പെസിഫൈഡ് ഇൻ ദ എഗ്രിമെന്റ്, വിച്ച് എഗ്രിമെന്റ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, then you have to share the profit and loss equally. Clear? Simple concept. Next, what is the difference between partnership and co-ownership? നമ്മൾ ഇത് എപ്പോഴും പറയാറുണ്ട്. അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് HOF ആയിരിക്കാം, co-ownership ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ട്ണർഷിപ്പും LLP ആയിരിക്കാം, കമ്പനി ആയിരിക്കാം, ഏത് വേണമെങ്കിലും വരാം. അത് എന്താണ് ഈ പ്രാവശ്യം വേറൊരു ടൈപ്പ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷനിൽ ആക്ച്വലി വരാൻ സാധ്യതയുള്ളത്. നെക്സ്റ്റ്, പാർട്ട്ണർഷിപ്പിന്റെ എപ്പോഴും ഒരു പ്രത്യേകതയാണ്, ഇത് പാർട്ട്ണർഷിപ്പ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പൊതുവെ എന്താണ് റിപ്പീറ്റഡ്ലി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെയും അതേ രീതിയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് പണ്ട് വന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പുതിയൊരു ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തിട്ടൊന്നും തന്നെ ഇല്ല. XYZ agree to divide the profit equally, but the losses ഒരാൾ മാത്രം ബോൺ ചെയ്യുന്നു. നോ വറീസ്. കാരണം എന്താ, പ്രോഫിറ്റ് മാത്രം ഒരാൾ എടുക്കാൻ പാടില്ലെന്നുള്ളൂ, ലോസ് വേണമെങ്കിൽ എന്താണ് ഒരാൾക്ക് ബോൺ ചെയ്യാൻ പ്രശ്നമൊന്നും തന്നെയില്ല. കാരണം പ്രോഫിറ്റ് ഷെയറിങ്ങിനെ കുറിച്ച് മാത്രമാണ് പാർട്ട്ണർഷിപ്പ് പറഞ്ഞിരിക്കുന്നത്. ലോസ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് വേണമെങ്കിൽ ലോസ് എന്താണ് എൻറ്റയർലി ബോൺ ചെയ്യാൻ പ്രശ്നമില്ല. ആൻഡ് സ്റ്റിൽ എന്താണ് പാർട്ട്ണർഷിപ്പിന് ഒരു പ്രശ്നം അതുകൊണ്ട് സംഭവിക്കില്ല. രണ്ടാമത്തത്, ഇതും എന്താണ് റിപ്പീറ്റഡ്ലി നമ്മൾ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു പബ്ലിഷിന് എടുത്ത് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്നു, ആ പബ്ലിഷ് ചെയ്തതിന്റെ ഒരു 50-50 എന്താണ് ബുക്ക് എഴുതിയ ആൾ കൊടുക്കുന്നു. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലേ? നോ. പ്രൈമ ഫീസ് എന്താണ് ഈ പറഞ്ഞ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉള്ളതുകൊണ്ട് മാത്രം അത് പാർട്ട്ണർഷിപ്പ് ആകില്ല. അവിടെ മ്യൂച്വൽ ഏജൻസി വേണം. സോ ദിറ്റ് ഇസ് നോട്ട് എ പാർട്ട്ണർഷിപ്പ്. സോ വാട്ട് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഈസ് എസ് നോ എന്ന് എഴുതിയപ്പോൾ റീസൺസ് വൈ നമ്മളിവിടെ റീസൺ പറഞ്ഞു. ലോസ് ഒരാൾക്ക് വേണമെങ്കിൽ ബോൺ ചെയ്യാൻ പറ്റും, അത് മാൻഡേറ്ററി അല്ല. നെക്സ്റ്റ്, ഇവിടെയും പറയുന്ന സംഭവമാണ്, ടീ ഷോപ്പ് ഉണ്ടായിരുന്നു, അവരെന്താണ് ഇത് സെയിം എക്സാമ്പിളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ദിസ് ഈസ് എ കോ ഓണർഷിപ്പ്, നോട്ട് ദ പാർട്ണർഷിപ്പ്. ബിസിനസ് ഒന്നും ഇല്ല, പിന്നെ മ്യൂച്വൽ ഏജൻസി ഇല്ല. അതുകൊണ്ട് എല്ലാ ക്രൈറ്റീരിയ എക്സിസ്റ്റ് ആണെങ്കിൽ ട്രൂ ടെസ്റ്റ് ഓഫ് പാർട്ണർഷിപ്പ്, ആക്ച്വലി സെക്ഷൻ നമ്പർ 6, ദാറ്റ് കോൺസെപ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്. നെക്സ്റ്റ്, പാർട്ണർഷിപ്പിന്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ആണ്. ചിലപ്പോൾ അത് അടുത്ത പ്രാവശ്യം LLPയുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ആകാം. LLPയിലെ സിമ്പിൾ ആണ്, കമ്പൽസറി റിക്വയർഡ് ടു ചേഞ്ച് ഇറ്റ്സ് നെയിം. സെക്ഷൻ നമ്പർ 17 ആ നെയിം ചേഞ്ച് ഇല്ലേ, ജസ്റ്റ് റൈറ്റ് ദ കോൺസെപ്റ്റ് എൻറ്റയർലി. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ സ്മോൾ LLP? രണ്ടും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ സ്മോൾ LLPയുടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വരാം, പറയാൻ പറ്റില്ല. കാരണം LLPയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യനെ വരാൻ പാടുള്ളൂ, എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. നെക്സ്റ്റ്, കമ്പനീസ് ആക്ട് ആണ്. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അതായത് ഒരാളുടെ പേര് എന്താണ്, മിസ്റ്റർ ശർമ്മനെ ലീഗൽ അഡ്വൈസറായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ട് ആർട്ടിക്കിൾസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മിസ്റ്റർ ശർമ്മനെ എന്താണ് റിമൂവ് ചെയ്യാൻ പാടില്ല എന്ന്. ഓക്കെ, ആർട്ടിക്കിൾസിൽ. പിന്നീട് കമ്പനി എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ റിമൂവ് ചെയ്തു. അപ്പോൾ ചോദ്യം വന്നു, ആർട്ടിക്കിൾസിൽ നിങ്ങൾ ഇയാളെ റിമൂവ് ചെയ്യത്തില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇപ്പൊ കൊണ്ട് റിമൂവ് ചെയ്ത് എന്തിനാന്ന് പറഞ്ഞ് വലിയ ചോദ്യമൊക്കെ വന്നു. അപ്പോൾ അവസാനം ശർമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ നിങ്ങൾ പാടില്ല, കമ്പനിക്ക് അഗേൻസ്റ്റ് കേസ് കൊടുത്തു. നിങ്ങൾ എന്തുകൊണ്ട് ആർട്ടിക്കിൾസിൽ എന്നെ റിമൂവ് ചെയ്യാൻ പാടില്ലെന്ന് ആർട്ടിക്കിൾസ് നിങ്ങൾ എഴുതിയിട്ടുള്ളല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ആൾട്ടർ ചെയ്തിട്ട് എന്നെ റിമൂവ് ചെയ്തത്? നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കേസാണ്. കാരണം എന്താണ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ എന്തും കമ്പനിക്ക് എന്താണ് ആഡ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് ഇവനെ റിമൂവ് ചെയ്യുന്നതിൽ ഒരു തെറ്റും കമ്പനിയുടെ ഭാഗത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് അപ് ടു ദ കമ്പനി. ബിക്കോസ് ഇന്റർണൽ മാനേജ്മെന്റ് എന്താണ് കമ്പനിക്ക് ചെയ്യാം. ഒരിക്കലും തേർഡ് പാർട്ടിക്ക് കമ്പനിയായിട്ട് ഒരു ബന്ധവുമില്ല. തേർഡ് പാർട്ടിയായിട്ട് കമ്പനി ഒരു കോൺട്രാക്റ്റും ചെയ്യുന്നില്ല. കമ്പനി മെമ്പേഴ്സുമായിട്ടും മെമ്പർ കമ്പനിയായിട്ട് മാത്രമേ കോൺട്രാക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊവിഷൻ എന്താണ്, ആർട്ടിക്കിൾസ് ആൾട്ടറേഷൻ ചെയ്യുക, റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, കമ്പനിക്കുണ്ട്. സിമ്പിൾ കോൺസെപ്റ്റ്. നെക്സ്റ്റ്, കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇതും ഡോർമെന്റ് കമ്പനിയുടെ ഒരു കോൺസെപ്റ്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഡോർമെന്റ് കമ്പനി സ്റ്റാറ്റസ് കിട്ടുമോ. അപ്പോൾ ഇവിടെ കോൺസെപ്റ്റ് ബേസ്ഡ് ഓൺ സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സിഗ്നിഫിക്കൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇയാൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മിഷനറി പർച്ചേസ് ചെയ്യാൻ ഡൗൺ പേയ്മെന്റ് കൊടുത്തു. അത് ഒരിക്കലും എന്താണ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ എന്താണ്, നമുക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മേടിച്ച കാര്യങ്ങൾ ഇടാം, പക്ഷെ അസെറ്റ് മേടിക്കാനോ ബിൽഡിംഗ് മേടിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്തായിട്ട് മാറില്ല, ഡോർമെന്റ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കമ്പനീസ് ആക്ടിന്റെ കോൺസെപ്റ്റ് പറയുന്നത്. അടുത്തത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. സാറേ ചെക്ക് ബൗൺസ് ആയ ക്രിമിനൽ കേസാണോ? അല്ല, ചെക്ക് ബൗൺസ് ആയ ക്രിമിനൽ കേസൊന്നും അല്ല. അതുകൊണ്ട് ചെക്ക് ബൗൺസിങ് ആവുന്നതല്ല ക്രിമിനൽ കേസ്. ചെക്ക് ബൗൺസിങ് ആവുന്നതിൽ ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ ബാങ്കിന് ഒരു ചാർജ് കൊടുത്താൽ ഈസി ആയിട്ട് പരിപാടി കഴിയും. പിന്നെ എപ്പോഴാണ് ക്രിമിനൽ ആകുക? ആ ചെക്കിൽ പൈസ കിട്ടാതെ വന്നിട്ട് പൈസ തരാനുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ട് അവർ ആ പൈസ തന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചെക്ക് ബൗൺസ് ആയി കേസ് കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ ബാങ്ക് അല്ല കേസ് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ചെക്ക് തന്നു, ചെക്ക് മടങ്ങി, ഓക്കെ, ഫസ്റ്റ് ട്രാൻസാക്ഷൻ. നിങ്ങൾ എന്താണ് വിത്തിൻ 15 days എന്നോട് ഡിമാൻഡ് ചെയ്യണം. ഐ ഹാവ് ടു മേക്ക് ദ പേയ്മെന്റ്, റൈറ്റ്? ഇഫ് ഐ എം നോട്ട് മേക്കിംഗ് ദ പേയ്മെന്റ് ദെൻ ഇറ്റ് ക്യാൻ. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇയാൾ എന്ത് ചെയ്തു? ചെക്ക് ബാങ്കിൽ നിന്ന് റിട്ടേൺ ആയ അപ്പം തന്നെ കൊണ്ട് കേസ് കൊടുത്തു. വാലിഡ് ആണോ? നോട്ട് പോസിബിൾ. കാരണം ആ കണ്ടീഷൻസിൽ സ്റ്റേറ്റ് ദ റീസൺ വെദർ ദ സ്യൂട്ട് ഈസ് മെയിൻറ്റൈനബിൾ, നോട്ട് മെയിൻറ്റൈനബിൾ. നെക്സ്റ്റ് 22 പറയുന്നത് സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. വെൻ ദ presentment for the payment is not necessary. നമ്മൾ കുറേ സ്റ്റെപ്പ് പഠിക്കുന്നില്ല, ഇന്റൻഷനലി പ്രിവെൻറ്റ്സ്, പിന്നെ ആസ് അഗെയിൻസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒക്കെ ഇല്ല. ദാറ്റ് കോൺസെപ്റ്റ് ആണ്. ആക്ച്വലി ഡയറക്റ്റ് നമ്മൾ പഠിക്കാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. ഡയറക്റ്റ് എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരും ലാസ്റ്റിൽ. പോയിന്റ് കണ്ടില്ല, ദിസ് വൺ സെക്ഷൻ നമ്പർ 76. No presentment is necessary and the instrument is considered as dishonored. ഇത് ആദ്യമായിട്ട് ചിലപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഒന്നും കംപ്ലീറ്റ് ആകാത്തൊരു ഇപ്പോൾ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് റിപ്പീറ്റേഴ്സിനാണ് ഉപകാരപ്പെടുക. ഓക്കെ, റിപ്പീറ്റേഴ്സ് പല കാരണങ്ങൾ കൊണ്ട് ഫെയിൽ ആയവരുണ്ടാകും. സോ ഐം നോട്ട് യൂസിങ് ദ വേർഡ് റിപ്പീറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്താണ് പല കാരണം കൊണ്ട് ഫെയിൽ ആയവർ ഇനി എഴുതുമ്പോൾ എന്താണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ നോക്കിക്കേ, നമ്മളൊരു 20 മിനിറ്റും കൊണ്ടാണ് നമ്മൾ എൻറ്റയർലി നമ്മളൊന്ന് ഓടിച്ച് നോക്കിയത് അല്ലേ. അപ്പോൾ നമുക്കത് മാക്സിമം 1 മണിക്കൂർ വരെ ആക്കാം. അപ്പോൾ 1 മണിക്കൂറിൽ ഒരു RTP എത്രമാത്രം മനസ്സിലായിരുന്നോ, എത്ര എഴുതാൻ പറ്റുമെന്നോ, ഇതൊക്കെ സെക്കൻഡറി ആണ്. മാക്സിമം നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് എത്ര ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കടന്നുപോയി. നമ്മൾ അറൗണ്ട് ഓഫ് 22 ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ 1 മണിക്കൂറിൽ കടന്നുപോയി. എന്നാ സ്പീഡിലാണ് നമ്മൾ പോയത് അല്ലേ. ഇതൊക്കെ പുതിയതാ, ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല. അപ്പം മെറ്റീരിയലിന്റെ അകത്ത് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമുക്ക് സംഭവം എന്നാന്ന് മനസ്സിലായി. ഇനി പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കുക. ഇനി മാക്സിമം ക്വസ്റ്റ്യൻസ് കാണുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായ പ്രൊവിഷൻസിലേക്ക് പോവുക. ഫാക്ട്സും കൺക്ലൂഷൻ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. നമ്മൾ മെജോറിറ്റി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ക്വസ്റ്റ്യൻ. മെജോറിറ്റി എന്താണ്, ലാസ്റ്റ് ലൈനിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. കൺക്ലൂഷൻ എങ്ങനെ തന്നെ ആയിരിക്കും, ലാസ്റ്റിൽ തന്നെ ആയിരിക്കും. ഇപ്പം നമ്മൾ ലാസ്റ്റ് ടൈം ഒരു ആൻസർ ഷീറ്റ് നമ്മൾ ഡീകോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ആൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, അവിടെ കുറേ മിസ്റ്റേക്സും കാരണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അത് നോക്കുന്നുണ്ടെങ്കിൽ, അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ തെറ്റുകൾ തിരുത്തുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോസ് നമ്മൾ വീക്ക്ലി നമ്മൾ എല്ലാ മൺഡേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. RTP ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യും. നമുക്ക് കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നല്ലപോലെ പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.